ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് ധ്യാനിക്കുവാനായി തിരുസഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചന ഭാഗത്ത് 82 വയസ്സായ ഒരു വിധവ ദേവാലയത്തിൽ രായും പകലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞിരുന്ന ആ വിധവയായ സ്ത്രീക്ക് ദൈവത്തെ അല്ലെങ്കിൽ ദൈവപുത്രനെ മുഖാമുഖം കാണുവാനായിട്ട് സാധിച്ചു. ആ ദൈവത്തെ കണ്ടപ്പോൾ കൂടുതൽ ആ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ പേര് അന്ന എന്നാണ്. അന്ന പ്രവാചികയാണ് ഈ ഭാഗ്യവതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നാമും രായും പകലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയാണെങ്കിൽ, ദൈവവിചാരത്തോടെ നാം ജീവിക്കുകയാണെങ്കിൽ, ദൈവവചനം ജീവിക്കുകയാണെങ്കിൽ, തീർച്ചയായും നമുക്കും ദൈവത്തെ കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാനും ആരാധിക്കുവാനും സാധിക്കും. അതിലൂടെ സന്തോഷവും സമാധാനവും നമുക്ക് അധികമായിട്ട് ലഭിക്കുകയും ചെയ്യും. പക്ഷേ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോനാഥനെ നാം ഒന്ന് ധ്യാനിക്കുകയാണെങ്കിൽ, നാം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒന്ന് സ്നേഹിക്കുകയാണെങ്കിൽ, തീർച്ചയായും നമുക്കും ആ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ കൂടെ ആ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്: പ്രതീക്ഷയോടെ കാത്തിരിക്കുവാനും ഉപവാസത്തിലും പ്രാർത്ഥനയിലും വചനം ജീവിക്കുന്നവരാകുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.